ഹലോ, നിങ്ങൾ ആരെയും ട്രെയിനിൽ കയറിയിട്ടുണ്ടോ? ഞങ്ങൾ കയറിയിട്ടില്ല കേട്ടോ. ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ട്രെയിനിൽ കയറുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? ഞങ്ങൾ കണ്ണൂരേക്കാണ് പോകുന്നത്. ഞങ്ങൾക്ക് ട്രെയിനിൽ പോകുന്ന അനുഭവം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അബ്ബയും കൊച്ചനും ഞങ്ങൾ ലോക്കൽ ട്രെയിനിലായിരുന്നു കയറ്റിയത്. ഞങ്ങൾ ആദ്യം ട്രെയിൻ ഇറങ്ങി ബസ് പൊഞ്ഞരിച്ചത്. പിന്നെ ബോട്ട് ഉണ്ടെന്ന് കേട്ടപ്പോൾ ബോട്ടിൽ പോയി വിചാരിച്ചു. ബോട്ട് അടിപൊളിയായിരുന്നു. പിന്നെ ഞങ്ങൾ മുകളിൽ കയറി 2 ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് താഴോട്ട് തന്നെ വന്നു. ഞങ്ങൾ പറശ്ശിനിക്കടവ് അമ്പലത്തിൽ നിന്ന് എടുത്തുനിന്നാട്ടോ കയറിയത്. ബോട്ടിൽ പാട്ടിട്ടപ്പോൾ എബി നല്ല ഡാൻസ് ആയിരുന്നു. കുറേ നേരം ഡാൻസ് കളിച്ചിരുന്നു. ഞങ്ങൾ മുകളിൽ പോയിട്ട് കാറ്റൊക്കെ നല്ലോണം ആസ്വദിച്ച് ബോട്ടിറങ്ങി. ഞങ്ങൾ ബസ് സ്റ്റാൻഡിൽ പോയിട്ട് ഓട്ടോക്ക് വെയിറ്റ് ചെയ്തു. പിന്നെ ഞങ്ങൾ പെറ്റ് സ്റ്റേഷനിലെത്തി. അത് മുന്നിൽ തന്നെ ടിക്കറ്റ് എടുത്ത് കയറി തന്നെ മുന്നിൽ തന്നെ കുറേ ആനിമൽസൊക്കെ ഉണ്ടായിരുന്നു. ഫിഷിന് ഫുഡ് ഇട്ടെടുത്ത് അടിപൊളിയായിരുന്നു. അതെല്ലാവർക്കും കുറേ നേരം ഫുഡ് ഇട്ടെടുത്ത്. നമ്മൾ വെള്ളത്തിൽ കയറ്റാൽ ഫിഷ് നമ്മളെ കൈമേലെ ഫുഡ് ഉണ്ട് വെച്ച് വെറുതെ അങ്ങനെ വരും. അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു ഹോസ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ആ ഹോസിനെ കുറേ തൊട്ടൊക്കെ നോക്കി. താറാവിനെ കുളിക്കാനായിട്ട് അവിടെ ചെറിയൊരു വാട്ടർഫാൾ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ സ്പൈഡറും സ്കോർപ്പിയോ ഒക്കെ ഉണ്ടായിരുന്നു. സ്കോർപ്പിയോൻ്റെ മേത്തേക്ക് ലൈറ്റ് അടിച്ചാൽ അത് നീല കളറാവും. ഇതായിരുന്നു ഞങ്ങൾ അവിടെ കണ്ട ഏറ്റവും വലിയ ഫിഷ്. ഇനി അങ്ങോട്ട് ഫുള്ള് ബേർഡ്സ് കാണാൻ കുറേ ഉണ്ട്. ഇത് അരയാനാണ്. അതിൻ്റെ താഴത്തുള്ള കുളത്തിൽ ഫിഷ് ഉണ്ടായിരുന്നു. ഇതൊക്കെയാണ് കേട്ടോ ഞാൻ പറഞ്ഞ ബേർഡ്സ്. ഇങ്ങനെ പല തരം ചെറിയ ചെറിയ വ്യത്യാസങ്ങളുള്ള കുറേ ബേർഡ്സ് ഉണ്ട്. ഓരോ കിളിയുടെ കൂട്ടിൻ്റെ മുകളിലും ഓരോ കിളിയുടെ പേരും എഴുതിച്ചിട്ടുണ്ട്. എൻ്റെ സിസ്റ്റേഴ്സിനൊക്കെ മോസി ഓരോ ബേർഡിൻ്റെ പേരും പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഡോഗിനെ കണ്ടിട്ട് അതിങ്ങ അത് ഞാനാ അത് ഇങ്ങന്ന് പറഞ്ഞ കുറേ കച്ചറൂടി. അത് കഴിഞ്ഞിട്ട് ഷീപ്പായിരുന്നു ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് മിനിയേച്ചർ കൗവായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ആദ്യം ഇട്ടിട്ട് കാണുന്നത് പോണീൻ്റെ പല്ല് കണ്ടാൽ നമുക്ക് പല്ല് തേക്കാത്ത പോലെ ഉണ്ടാവും. ഇതാണ് കേട്ടോ ഓസ്ട്രിച്ച്. ഞങ്ങൾ ഓസ്ട്രിച്ചിൻ്റെ മേളിലെ ഫെദേഴ്സ് കുറേ തൊട്ട് നോക്കി. നല്ല രസമുണ്ടായിരുന്നു. അത് ഞങ്ങളെ കൊത്താനൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ക്യാമലിൻ്റെ അടുത്ത് പോയപ്പോൾ ക്യാമൽ സ്റ്റോർ ചെയ്ത് ഫുഡ് കഴിക്കുകയായിരുന്നു. ഇതാണ് കേട്ടോ എമു. എന്തൊരു തരം ഹോഴ്സ് ആട്ടോ. എഴുതി ചെന്ന് മറന്നുപോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഹോഴ്സ് ഞങ്ങളടുത്തേക്ക് വന്ന് ഹോഴ്സ് ഞങ്ങൾ കുറേ തൊട്ട് നോക്കി. ഇവിടെ വരികയാണെങ്കിൽ ഞായറാഴ്ചയും ശനിയാഴ്ചയും വരരുത് കേട്ടോ. അവിടെ ഭയങ്കര തിരക്കാണ്. അല്ലാത്ത ദിവസങ്ങൾ വന്നാൽ നമുക്ക് എല്ലാ ആനിമൽസിനെയും തൊട്ട് നോക്കാം. പക്ഷേ ഞായറാഴ്ച ശനിയാഴ്ച വന്നാൽ കുറച്ച് ആനിമൽസിനെയും തൊട്ട് നോക്കാൻ പറ്റും. അതിന് കാരണം ശനിയാഴ്ചയും ഞായറാഴ്ചയും ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും.
ഇപ്പം ആടിൻ്റെ കൊമ്പ് തൊട്ടുവരാ ഞങ്ങളെല്ലാവരും കൊമ്പ് തൊട്ടു. ആടിൻ്റെ കൊമ്പ് ഭയങ്കര വളഞ്ഞിട്ടുള്ളൊരു കൊമ്പായിരുന്നു, ഭയങ്കര സ്ട്രോങ് ആയിരുന്നു. ഇത് വേറൊരു കിളിയാന്ന് തോന്നുന്നു. ഇത് വേറെ വലിയൊരു കൂട്ടിനുള്ളിലുണ്ട്. നമ്മൾ പെറ്റ് സ്റ്റേഷനിലേക്ക് കയറുമ്പോൾ നമുക്ക് ടിക്കറ്റ് തരും. ആ ടിക്കറ്റ് കൊടുത്താൽ ഓരോരുത്തർ ഓരോ ടിക്കറ്റ് കൊടുത്താൽ നമുക്ക് ഇങ്ങനെ ഓരോന്ന് വെച്ച് ഇങ്ങനെ കൈമേലൊക്കെ വെക്കാം. ഓന്തുണ്ട്, പിന്നെ പാരറ്റ്സ് ഉണ്ടായിരുന്നു, പിന്നെ സ്നേക്കും ഉണ്ടായിരുന്നു. എൻ്റെ അനിയന് ഭയങ്കര പേടിയായിരുന്നു, പക്ഷെ എൻ്റെ കസിൻ്റെ അനിയന് ഭയങ്കര ധൈര്യമായിരുന്നു. എനിക്ക് പാമ്പിനെ വെക്കാൻ പേടിയെ കൊണ്ട് ഞാൻ പാമ്പിനെ മാത്രം വെച്ചില്ല, ബാക്കിയെല്ലാത്തിനും വെച്ചു. എപ്പോഴും പാമ്പിനെ നല്ല ധൈര്യമായിട്ട് കൈമിൽ വെച്ചിട്ടുണ്ടോ, എനിക്ക് പേടിയൊന്നുമില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ അങ്ങനെ കുറേ ഡോഗ്സിനെ കണ്ടിട്ടോ. ഓരോന്നിനും ഓരോ പേരൊക്കെ ഉണ്ട്, എന്നോട് പേരൊക്കെ മറന്നുപോയി, പക്ഷെ കുറേ ഡോഗ്സ് ഉണ്ടായിരുന്നു. അമ്പുവിന് ഡോഗിനെ ഭയങ്കര ഇഷ്ടമാട്ടോ. അപ്പോൾ ഡോഗിനെ പറ്റി അവൻ എന്തൊക്കെയോ പറഞ്ഞു തന്നിരുന്നു. ഈ പപ്പിക്കുട്ടിനെ തൊടാൻ വെച്ചതാന്ന് തോന്നുന്നു. എല്ലാവരും തൊട്ട് കളിച്ചിരുന്നു. ഈ പപ്പിക്കുട്ടി ഭയങ്കര ക്യൂട്ടാട്ടോ. ഇതെന്താന്ന് എനിക്കും അറിയില്ല കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ നേരം ഓടി കളിച്ച്, നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ അങ്ങോട്ട് വരും, പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ ഇങ്ങോട്ട് വരും എന്നൊക്കെ പറഞ്ഞു കുറേ കളിച്ചിരുന്നു. പിന്നെ ഉള്ളിൽ ഫിഷ് ഉണ്ടായിരുന്നു കേട്ടോ. ഉള്ളിൽ ഫിഷിന് ഫുഡ് കൊടുക്കുമ്പോഴേക്ക് ഫുഡ് നമുക്ക് പിന്നെയും കൊടുക്കാൻ തോന്നും. നമ്മളെ ഫുഡ് പെട്ടെന്ന് തീർന്നുമായിരുന്നു. അന്നപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ തീർന്നൊരു വിഷമത്തിലൊക്കെ നടക്കുമ്പോൾ നിലത്ത് കുറേ പാക്കറ്റ് ഉണ്ടായിരുന്നു. നിലത്ത് നിന്ന് പാക്കറ്റെന്നൊക്കെ എടുത്ത് ഞങ്ങൾ ഫുഡൊക്കെ കൊടുത്തു. എൻ്റെ അനിയനത് കടിക്കുമെന്നുള്ള പേടിയായിരുന്നു. ഞാൻ അതിനുള്ള കൈയൊക്കെ കൊണ്ടുപോയി വെച്ചിട്ട് അവൻ കരയുകയൊക്കെ ചെയ്തിരുന്നു. ഇതാണ് പീജിയൻ. ഇത് കാൽമല്ല രോമുള്ള എന്തോ ഒരു തരം പീജിയാണ്. ഇതിനൊക്കെ കാണാൻ ഏകദേശം അതുപോലെ തന്നെ ഉണ്ട്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട്, പക്ഷെ ചെറിയ ചെറിയ വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നു. ഇത് ഞങ്ങൾ വന്നപ്പോൾ മുതലായി കുഞ്ഞിരിക്കട്ടി അവിടെ കിടക്കുക കേട്ടോ. ഇത് വേറെ അതാ കുറേ കുഞ്ഞി എലിക്കളുണ്ട്, 2 കൂട്ടിലാന്ന് തോന്നുന്നു. പിന്നെ ഇത് ഫിഷിൻ്റെ ആട്ടോ. ഇത് എൻ്റെ വീട്ടിലുണ്ടായിരുന്നു ആദ്യം ഫിഷ്. കുറേ എണ്ണം അവിടെ വെച്ചത്. പിന്നെ അങ്ങനെ കുറേ തരം ഫിഷ് ഉണ്ടായിരുന്നു ഇവിടെ. ഫിഷിനെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു അവിടെയുള്ള. ഇത് വേറെന്തോ തരം ഫിഷാട്ടോ. അങ്ങനെ കുറേ ഫിഷ് ഉണ്ട് അവിടെ. ഇത് പൂച്ചയാട്ടോ, 2 പൂച്ചയാന്ന് തോന്നുന്നു. ഈ പൂച്ച ഭയങ്കര ക്യൂട്ടായിരുന്നു കേട്ടോ, പക്ഷെ ഉറങ്ങിയായിരുന്നു. ഇത് കുറച്ച് ഓൾഡ് ആയിട്ടുള്ള ഇഗ്വാനാന്ന് തോന്നുന്നു. നല്ല വലിപ്പമുണ്ടായിരുന്നു ഇഗ്വാനൊക്കെ. ഇതെന്താന്ന് എനിക്കറിയില്ലല്ലോ, ഇത് ഭയങ്കര ക്യൂട്ടായിരുന്നു. ഇത് ഏതോ ഒരു തരം പാമ്പാട്ടോ. അങ്ങനെ കുറേ നേരം പാമ്പ് ഉണ്ടായിരുന്നു, ഒരു 3-4 തരം പാമ്പ്. എല്ലാ പാമ്പും ഭയങ്കര സ്ലീപ്പി ആയിരുന്നു, പക്ഷെ വൈറ്റ് പാമ്പ് മൂവ് ആയിരുന്നു. ഇത് വേറൊരു തരം പാമ്പാട്ടോ. ശനിയാഴ്ച ഞായറാഴ്ച അല്ലാത്ത ദിവസങ്ങൾ വലിക്കും അങ്ങനെയൊക്കെ നമുക്ക് മേത്തൊക്കെ വെക്കട്ടോ. പക്ഷെ ഞങ്ങൾ ശനിയാഴ്ചയായിരുന്നു പോയത്, അതിനെക്കൊണ്ട് നമുക്ക് വെക്കാൻ പറ്റിയില്ല. ഇത് എലിയുടെ കുഞ്ഞുങ്ങളാട്ടോ. ഇതെന്തോ ഒരു തരം കോഴിയാട്ടോ. ഇതെന്താന്നറിയില്ല, കുറേ ഓടിയിരുന്നു. ഈ സാധനം അതിൻ്റെ മുഖം കാണിക്കാണ്ട് കിടന്നുറങ്ങി, എന്നെ കൊണ്ട് എന്താന്ന് തീരെ മനസ്സിലായില്ല. ഇത് വേഴാമ്പലാട്ടോ.
ഞങ്ങൾ 6:45 സ്റ്റേഷനിലെത്തിക്കുന്നത്. പക്ഷെ ഞങ്ങൾക്ക് ട്രെയിൻ 7:30 അതിനെക്കൊണ്ട് ഞങ്ങൾ കഴിച്ച് അവിടെ കുത്തിരുന്നു. പിന്നെ 7:30 ട്രെയിനൊക്കെ വന്ന് ട്രെയിൻ വരുന്നതിൻ്റെ ഒരു സന്തോഷമായിരുന്നു ഞങ്ങൾക്ക്. പക്ഷെ പോകുമ്പോൾ ഇരിക്കാൻ സീറ്റിലെത്തിയതിനെ കൊണ്ട് ഭയങ്കര പണിയായിരുന്നു. നമ്മളെ വീഡിയോ ഇവിടെ കഴിഞ്ഞിട്ടു. ബൈ.